മുത്തുമണികളെ മലപ്പുറം ചങ്ങായിയാണ്. ഞാനിന്നിങ്ങനെ യാദൃശ്ചികമായിട്ട് പോകുന്ന വഴിക്ക് പണ്ട് കണ്ട ഒരു ഓർമ്മ. ഒരുപാട് ചേച്ചിമാർ വടന്നിട്ട് നാറ് പറിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം പണ്ട് ചെറുപ്പത്തിൽ നമ്മളൊക്കെ സ്കൂൾക്കൊക്കെ പോയിരുന്നൊരു സമയത്ത് നമ്മൾ നാട്ടിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പാടവും നെൽകൃഷിയൊക്കെ. ഇപ്പോൾ ആ നെൽകൃഷിയൊക്കെ പോയിട്ട് അവിടെയൊക്കെ പകരം കഴുങ്ങും, അതുപോലെ തന്നെ റബ്ബർ വരെ പാടങ്ങളൊക്കെ നികത്തി റബ്ബർ വരെ വെച്ച് കഴിഞ്ഞു. അപ്പം എന്താ വെച്ചാൽ ഈ ഓർമ്മ, പഴയ ഒരു ഓർമ്മ ഇത് യാത്രയിൽ കണ്ടപ്പോഴേ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നിയപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഏതായാലും ഇവിടെ ചേച്ചിമാരുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. അവർ പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് നാറ് അവർ പറിക്കുന്ന ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നമ്മളെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയ ഒരു സംഭവമാണ്. ഇവർ ഇപ്പോഴും എല്ലാ വർഷവും നെല്ലുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ കുറേ ചേച്ചിമാർ നാറ് പറിക്കുന്നുണ്ട്. അതൊന്നും പോയി കാണണ്ട. നമുക്ക് കുറേ കാലമായി ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കണ്ടിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെ പോണ പോക്കിൽ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ അറിയാണ്ടോ. കാരണം ഇവിടെ ട്രാക്ടർ പൂട്ടുന്നുണ്ട് കുറച്ചപ്പുറത്ത്. ഇവർ നാറ് പറിക്കുകയാണ്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാതായാലും. നല്ല മഴയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങളിങ്ങോട്ട് തിരിയണേ. ഇത് ഇവിടേക്ക് എന്താ സ്ഥലം പേര് പറയാ? നാളെ നടുവോ? ഇവിടേക്ക് എന്താ സ്ഥലം പേര് പറയാ? എരഞ്ഞിമാവോ? കാഞ്ഞിരക്കോളം അല്ലേ? കോഴിക്കോട് റൂട്ടല്ലേ ഇത്? മുക്ക റൂട്ടിലല്ലേ? മുക്ക റൂട്ടിൽ അല്ല. ഇതിപ്പോ പറിക്ക ഇനി നാളെ ഇത് നടുനാളല്ലേ? ഇത് എന്താ ചെയ്യാ? ഇനി വെട്ടോ ഇതിന്റെ തല വെട്ടിയിട്ട് ഇല്ല? ഞാൻ പണ്ട് ചെറുതായിട്ട് ചെറുപ്പത്തിൽ കണ്ടത് ഒരു ഓർമ്മയാണ്. അപ്പൊ ഞങ്ങളെ ഭാഗത്തൊന്നും ഇപ്പൊ നെല്ലിന്റെ കൃഷി ഇല്ല. ഞങ്ങള് വണ്ടൂര് ആ ഭാഗമാണ്. പക്ഷെ നമ്മളെ അവിടെ ഒന്നും തീരെ ഇപ്പോൾ നെല്ലിന്റെ കൃഷിയൊന്നും നടക്കണില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ ഒരു പഴയ ഒരു ഓർമ്മ കണ്ടപ്പോഴേ എന്താ ഇറങ്ങിയ പാട്ടൊക്കെ പാടല്ല ഞങ്ങള്. ഇതിപ്പോ അന്നെ അതിന് നിങ്ങൾക്ക് പൈസ തരാനാണ് ഇപ്പം ചെറുത്തില്ലാത്ത. ഞാൻ ഇപ്പൊ സത്യത്തില് അങ്ങനല്ലേ, ഞാൻ ഇനി ബൈക്കൊന്നും വരൂല കേട്ടോ. ഞാൻ ഇപ്പൊ മുക്കത്തേക്ക് പോകാണ്. ആ പോണ ബൈക്ക നിങ്ങൾ പാട്ടാണ് പാടി, വേറെ വർത്താനൊന്നുമില്ല. ആ എല്ലാരും ഒന്ന് അടുത്തേക്ക് നിന്ന് തന്നാണ്ട് ഒരു പാട്ട് പാടി തന്നാണ് നിങ്ങള്. വണ്ടൂര് മലപ്പുറം ചങ്ങായി കേട്ടോ നമ്മളെ ചാനലിൽ വരും. ആ ഇവിടെ എത്ര ആളുണ്ട് ഇപ്പൊ നിങ്ങള് പണിക്കാർ? ഇവിടെ 13 ആളോ? അപ്പൊ എത്ര ദിവസമായി നിങ്ങൾ തുടങ്ങിയിട്ട്? 3 ദിവസമായി. ഇനിയിപ്പോ ഇന്നത് പറിച്ച് കഴിഞ്ഞിട്ട് നാളെ നടും ചെയ്യും അല്ലേ? ആ ഇപ്പൊ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നടാനുള്ളതാ? ഇത്രയും സ്ഥലങ്ങൾ അല്ലേ? അതേക്കനാ. എടാ ആരാണ് പേര്? ഒന്നും കേട്ടോ അടുത്തേക്കാണ് നിൽക്കി കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ടല്ലേ. ഒന്നിന് പേര് ഇത് കണ്ടകൾ നാറ് പൊടിക്കുന്ന സംഭവം. ഞാനൊക്കെ ചെറുതായിരുന്നു നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ആ പാടങ്ങളൊക്കെ ഇപ്പോൾ പോയി. ഇപ്പൊക്കെ കഴുങ്ങും, റബ്ബർ വരെ, പാടത്ത് റബ്ബർ വരെ ആയി. ആണോ? ആ അപ്പൊ ഇതില് എല്ലാ വർഷവും ആണോ? അത് ശരി. ഗുരുവായൂർക്ക് അമ്പലത്തേക്കുള്ളതല്ലേ? ആ അതല്ല, ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതും പിന്നെ ബാക്കിയുള്ളത് അമ്പലത്തേക്കോ? ആ കുടുംബക്കാർക്കും അല്ലേ? എന്താണ് നിങ്ങളെ മോലാളുടെ പേരെന്താ? കേശമാഷോ? നമ്പൂരിയാണ് അല്ലേ? ഇവിടെ ഇവിടെ ഉള്ള ആൾ തന്നെ ആണല്ലേ? ഇവിടെ തന്നെയാണ് അല്ലേ? പേര് അടുത്തേക്ക് ആ അല്ല നിങ്ങൾ പറിച്ചോളി. നിങ്ങള് ശബ്ദത്തിന് പാടണം, മഴയാണ് അപ്പൊ കേക്കണം ശരിക്ക്. ആ നല്ലൊരു പാട്ട്, നല്ല പാട്ട് കുറച്ചേരം പാടി. 4 വരി ഒന്നല്ല, ഒരു 5-6 വരി ഉണ്ടായിക്കോട്ടെ.
ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എനിക്കിപ്പോൾ 40 വയസ്സായി. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു 6 വയസ്സ് 7 വയസ്സിലൊക്കെ കണ്ടപ്പോൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി തന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ലല്ലോ, നമ്മളെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടന്നല്ല. ഓരോ അരി ഇങ്ങനെ തിന്നുന്നല്ലാതെ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ ഇതിങ്ങനെ പിന്നെ അരിയും ചോറും തിന്നുന്നല്ലാതെ മലമേലെ മാമലമേലെ മയിലാടും മലമാനോടും മലമേലെ മാമലമേലെ മയിലാടും മലമാനോടും മലതായെ ഞാറിട്ട കണ്ടം 100 പറ കണ്ടം തമ്പ്രാൻ്റെ മലതായെ ഞാറിട്ട കണ്ടം 100 പറ കണ്ടം തമ്പ്രാൻ്റെ ആരാടി ഞാറ് പറച്ചി 100 പറ കണ്ടം നട്ടെന്ന് ആരാടി ഞാറ് പറച്ചി 100 പറ കണ്ടം നട്ടെന്ന് പണിമൂപ്പേനാണെൻ്റെ കെട്ടിയോൻ പാടത്തിനുങ്കര കേറിയില്ല പണിമൂപ്പേനാണെൻ്റെ കെട്ടിയോൻ പാടത്തിനുങ്കര കേറിയില്ല 10 അല്ല 19 ആളാണ് പെണ്ണാള് കൂടി പൊടി പൂരം 10 അല്ല 19 ആളാണ് പെണ്ണാള് കൂടി പൊടി പൂരം മുണ്ടക പാടത്ത് നെല്ല് വിളഞ്ഞ് കൊയ്ത് മുറിച്ചതറിഞ്ഞില്ല മുണ്ടക പാടത്ത് നെല്ല് വിളഞ്ഞ് കൊയ്ത് മുറിച്ചതറിഞ്ഞില്ല. ഏറ്റവും പാടാൻ പറ്റിയൊരു പാട്ട് കൂടി പാടിക്കാണ്. ഞങ്ങൾക്ക് പാടി തരാനാ പറയുന്നത്. ഞാൻ അങ്ങനത്തെ ഒന്ന് എല്ലാവരും കൂടി ഏറ്റവും പാടാൻ പറ്റിയൊരു പാട്ട്, നാറ് പറിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ട്.
മലപ്പുറഞ്ഞങ്ങളെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണ് ഞാനിന്ന് കണ്ടത്. കാരണം ഒരുപാട് കാലങ്ങൾ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടു മറഞ്ഞ ഒരു പഴയ കാഴ്ചകൾ, ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്നത്തെ തലമുറ, ഇന്നത്തെ നമ്മുടെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയിരുന്നു എന്നുള്ളത് കുട്ടികൾക്ക് ഈ വീഡിയോ കാണിച്ച് കൊടുത്ത് പറഞ്ഞു കൊടുക്കണം. ഈ ചേച്ചിമാർ പറഞ്ഞു, ഇവിടെ പരിസരത്തുള്ള സ്കൂളിലത്തെ കുട്ടികളൊക്കെ ഇവിടെ കൊടുന്നിട്ട് നാറ് പറിക്കുന്നതും അത് നടലും ഒക്കെ ഈ കുട്ടികളെ കാണിക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് നെൽകൃഷി മുമ്പത്തെ കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പം നെൽകൃഷി ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ അവർ പണിയെടുക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ സ്കൂളിലത്തെ കുട്ടികളൊക്കെ കൊടുന്നുകാണ്ട് കാണിക്കാറുണ്ട് എന്നൊക്കെ കേട്ടു. വളരെ സന്തോഷം. നമ്മളെ കുട്ടികളൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല, കുട്ടികളെക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. ഏതായാലും വളരെ സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്താണ് സ്ഥലം ഒന്ന് പറഞ്ഞാണി? ചെറുവക്കാട് ഇല്ലത്ത് കേശവൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ പാടാണ് ഇതല്ലേ? എല്ലാ വർഷവും ഇവിടെ നെല്ലിനെ ഇതാക്കലല്ലേ? ഉണ്ട് അല്ലേ? എങ്ങനെ? എന്താണ് എന്ത് ശരിക്കും? എരഞ്ഞിമാവ് കാഞ്ഞിരക്കുളം. അതാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് ഈ പാടവും നെൽകൃഷി, ഇവിടെ എല്ലാ വർഷവും ഒരു നെൽകൃഷി ഉണ്ടാക്കലുണ്ട്. മുത്തുമണികളെ, മലപ്പുറഞ്ഞങ്ങാൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ ചേച്ചിമാരെല്ലാവരും ഹായ് ആയിട്ട് കാണി. അല്ല, ഓക്കേ.